ഈ സെയിം ആമ്പാണ് സംഭവം. ഈ സെയിം വാട്സിന്റെ ആണ്. 4200 വാട്സിന്റെ സാധനം എടുക്കും. കൊടുത്താൽ പോലെ. പിന്നെ രണ്ട് സ്പീക്കർ എടുത്തിട്ട് വന്നത്. ഇത് ശരിയാക്കിയാലും ഇതേ കേൾക്കുന്ന IC വെച്ചുള്ള സൗണ്ട് അല്ലേ, മറ്റേ ക്ലാസ് ഡി അല്ലേ വരുന്നത്. ഭയങ്കര ക്ലാരിറ്റി വ്യത്യാസമാണ്. ആരെന്നാ കുറ്റം പറഞ്ഞാലും ബാക്കിയെല്ലാം നിന്നു പോകും. കാരണം കുറ്റം പറയുന്ന മുഴുവൻ ഈ മറ്റേ 10-20,000 രൂപ മുടക്കി പാവം മനുഷ്യനെ ആംപ്ലിഫയർ ഉണ്ടാക്കി ഇട്ടുകൊണ്ടിരുന്നവരാ. അവർക്കിനിയിപ്പം രക്ഷയില്ലെന്നായിപ്പോയില്ലേ. 2 LED ലൈറ്റും അതുമെല്ലാം പിറ്റ് ചെയ്തിട്ട് 20,000 രൂപ 30,000 രൂപ ഓരോന്നും ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ മലപ്പുറം പിടിച്ചിടാത്ത ചങ്കത്തടിച്ചാണ് കൊണ്ടുവരുന്നത്. ഇത് മേടിച്ച പിന്നെ ഞാൻ ഇടി കേട്ടിട്ടില്ലെന്ന് പറഞ്ഞൊരു ചേട്ടൻ കഴിഞ്ഞ ദിവസം വരുന്നത്. ആ പുള്ളിക്ക് 3 ആമ്പിളിഫയറും കൊണ്ടാ പുള്ളി വന്നത്. 3 ആമ്പിളിഫയർ ഞാൻ കാണിക്കാഞ്ഞതാ. അല്ലാതെ തന്നെ തെറിയാ. ഇനി അതും കൂടെ കാണിച്ച് ബാക്കി തെറിയും കൂടെ കേൾക്കേണ്ട കാര്യമില്ലല്ലോ. സത്യം പറയുന്നവരെ തെറി വിളിക്കാനുള്ള ഇവിടുത്തെ പരിപാടി. ഞാൻ പിന്നെ അതങ്ങ് ആസ്വദിക്കുക. കാരണം അവൻ്റെ അപ്പനെ വിളിക്കുന്ന പേരൊക്കെ നമ്മളെ വിളിച്ചവൻ ആസ്വദിക്കുന്ന. അതൊരു തൊഴിലാളികളുണ്ട് ഇങ്ങനെ കമൻറ്റ് തൊഴിലാളികൾ. പക്ഷേ ഇവന്മാർ ഇത് ഇട്ടില്ലേ ഉണ്ടല്ലോ, നമ്മുടെ ചാനലൊന്നും ആകില്ല. ഇതിപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മോട്ടിവേഷനായി, ഫേസ്ബുക്കിൽ മോട്ടിവേഷനായി, യൂട്യൂബിലും മോട്ടിവേഷനായി. അപ്പോൾ 3 എനിക്ക് ഡെയിലി ഡോളർ മേടി തരുന്നവരാ. അവർ 2 തെറി വിളിച്ചാലും കുഴപ്പമില്ല. രാവിലെ നല്ല രസമാണ്, തുറന്ന് നോക്കുമ്പോൾ എത്ര ഡോളർ വന്ന് കാണുമ്പോൾ ഒരു സന്തോഷം. അതുകൊണ്ട് അവർ പോയാൽ കളി പോയി. ഇവർ തമ്മിൽ ഇനിയൊരു പ്രശ്നമുണ്ട്, ഇതിനകത്തുള്ളൊരു തമ്മിൽ. അതെ, മാക്സിമം ഇത് വരണം, എന്നാലേ അതിനൊരു രസമുള്ളൂ.
Guess all that I do was easy to use. So call my time, but you weren't really mine. Just something to do. Thought I never knew. അങ്ങോട്ട് തിരിച്ചെത്തുന്നതാണ് ഈ സൈഡിൽ ഞാൻ പറ്റും. അന്നേരം നിങ്ങൾ കണ്ടപ്പോഴും നിങ്ങളെ വികലാംഗനായ ഒരു ജീവിയെ കാണുന്നുണ്ട്. അതായത് പകുതി കെട്ടിയത് കാണും. അടക്കരുത് ഇവിടെ വെച്ച് ഇത് പാലമാണോ ഒന്നും ചെയ്യാനില്ല, വേറെ യാതൊരു വഴിയില്ല. അത് ആദ്യവും പാലിന് മാറുക ചെയ്യില്ല. പാനലിൽ എന്ത് കംപ്ലൈന്റ് വന്നാലും പുതിയ പാലിന് മാറുകയാണ് ഏറ്റവും കറക്റ്റ്. മറ്റേ താൽക്കാലികമായിട്ട് അഡ്ജസ്റ്റ്മെന്റ് സോണികളൊക്കെ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ആ സോണി കസ്റ്റമർ വിളിച്ചായിരുന്നു. അവര് പാലിന് മാറണം. അവര് പറഞ്ഞു, അവരാളെ വിട്ടിട്ട് പറഞ്ഞു ഇത് എത്രയാവും ചാർജ്, എത്ര ഓൾമോസ്റ്റ് ടിവിയുടെ വിലയാവും എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ അത് ഓപ്റ്റ് ചെയ്തില്ല. 49W800G നമ്മുടെ ജീവിയാണ്. ഞങ്ങളെ ഇത് തന്നെ ഞങ്ങളുടെ ജീവി 49W. ടിവി എന്നല്ല, ഞാനത് പാലിന് മാറുകയോ അതിന്റെ പാലിന് ഇതൊരു ദിവസം ഞാൻ അവിടെ വീട് വൃത്തിയാക്കിയതാ, പൊടി കയറി. അതുകൊണ്ടൊന്നും പോയതൊന്നും അല്ലല്ലേ. ഇതൊരു ബോക്സിന്റെ ആക്റ്റീവ് സബ്വൂഫറിന്റെ ബോർഡാണ്. ആക്റ്റീവ് സബ്വൂഫറിന്റെ ബോർഡ് ഇത് കണ്ടോ, ഇതിന്റെ ബോർഡ് കണ്ടല്ലോ, ബോർഡ് IC, പവർ സപ്ലൈ. ഇത് സാധാരണ പണ്ട് കാർഷീരിയുടെയൊക്കെ IC പോലത്തെ IC ആണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. പക്ഷേ സ്വിച്ചിങ്ങിനായിട്ട് ഒത്തിരി ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം കാലഘട്ടത്തിനനുസരിച്ച് എത്ര വലിയവനും മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതിൻ്റെ തെളിവാണിത്. ആണ് എൻ്റെ ബാക്ക് വശം. ഓക്കെ, അതൊക്കെ നല്ലതാണ്. ഇത് 2 കോയിലാടാ, 2 സൈഡ് പോലെ ഡ്യുവൽ കോയിലാ, സ്പീക്കറാ. അപ്പോൾ ചെയ്യേണ്ട എന്നാന്ന് വെച്ചാൽ രണ്ടിൻ്റെ ഇതെടുത്തേ, നീ ഓംസ് എടുത്തേ. ഊഫറ അതിനകത്തപ്പോൾ വെച്ചിരിക്കും, നല്ല അപ്പം.
ഒരു വഴിക്ക് പോയിട്ട് വന്നു അതെ അല്ലേ? ഇരുന്ന് കഴിക്കാം. ഇത് മുഴുവൻ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന ചേട്ടനാണോ? ചേട്ടനാണ് പണ്ട് കൊണ്ടുവന്നേ. അതെ അതെ അതെ. അന്നേരം വർക്ക് ചെയ്യുമായിരുന്നു. അല്ല ഇത് വണ്ടൻ ആയിരുന്നു, അങ്ങനെ പോയതാ. അപ്പൊ അമ്മ ഇത് തൂക്കാൻ കയറിയപ്പോഴാണ് കൺവെർട്ടർ ഉണ്ടായിരുന്നു, വോൾട്ടേജ് കൺവെർട്ടർ. അത് നോക്കാതെ ഇതെടുത്ത് കളഞ്ഞു. എന്നിട്ട് ആ പ്ലഗ് ഡയറക്റ്റ് എടുത്ത് കുത്തി. ഓ, അപ്പോഴത്തേക്ക് അമ്മ എന്ത്? അമ്മ വീട്ടിലുണ്ട്, വന്നില്ല. ഈ കാര്യം നിങ്ങളിവിടെ പറയുമെന്ന് അമ്മയ്ക്ക് മനസ്സിലായതാ. വെറുതെ നിർത്തി അവമാനിക്കണ്ടല്ലോ എന്ന് ഓർത്ത് പറയാൻ. മറ്റേ സിനിമയിൽ പ്രസവം നിർത്തി അവമാനിക്കണ്ടല്ലോ എന്ന് ഓർത്ത് പറയാൻ. അങ്ങനെയൊക്കെ അബദ്ധം പറ്റുമെന്നേ. ഇതൊക്കെ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരാമോ, വേറെ വല്ല രാജ്യത്തു നിന്നല്ലേ കൊണ്ടുവരാമോ എന്ന് ചോദിച്ചാൽ. ഈ ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പുള്ളി ഇതുപോലെ അതും അറിയാതെ കുത്തി ഒരു പ്രാവശ്യം പോലും പാട്ട് കേട്ടില്ല. ഒരു റായ്ക്ക് സെറ്റാണ് പറ്റും. ആ, ഇന്ന് ആ വിഷയം ഉണ്ടാകില്ല. ഇന്ന് എല്ലായിടത്തും SMPS ആണ്, സ്വിച്ച് മോഡ് പവർ സപ്ലൈ. സ്വിച്ച് മോഡ് പവർ സപ്ലൈയുടെ പ്രത്യേകത 90 വോൾട്ട് തൊട്ട് 300 വോൾട്ട് വരെ ഏത് വോൾട്ടേജും ഒരേപോലെ. അതാണ് സ്വിച്ച്. ട്രാൻസ്ഫോമർ പവർ സപ്ലൈ പണ്ടത്തെ ടെക്നോളജി ട്രാൻസ്ഫോമർ ആയതുകൊണ്ടാണ് അങ്ങനെ ആയിപ്പോയത്. ട്രാൻസ്ഫോമറിന് ടാപ്പ് ഇടുകയാണ് ചെയ്തത്. പക്ഷെ സ്വിച്ച് മോഡ് പവർ സപ്ലൈ വന്നതോടുകൂടി പണ്ട് ഞാൻ ട്രാൻസ്ഫോമറുള്ള TV ഞാൻ നന്നാക്കിയിട്ടുണ്ട്. TVക്കകത്ത് വലിയ ട്രാൻസ്ഫോമർ വെച്ച് വന്നിട്ടുണ്ട്. പിന്നെ TV വന്നപ്പോഴാണ് SMPS ഉണ്ടായത്. സ്വിച്ച് മോഡ് പവർ സപ്ലൈ വന്നോടെ കാര്യങ്ങളല്ല. ഇന്നിപ്പോൾ ഒരു ഹാർമൻ ഗാർഡിൻ്റെ സെറ്റ് ഇന്നിപ്പോൾ ഞാൻ അഴിച്ച് അതും സ്വിച്ച് മോഡാണ്. കാരണം ഹാർമൻ ഗാർഡിലൊക്കെ വലിയ ട്രാൻസ്ഫോമർ വെക്കുന്നത്, ഇത് ട്രാൻസ്ഫോമർ ഇല്ലായിരുന്നു. അങ്ങനെയുണ്ട്. അപ്പോൾ കാലഘട്ടത്തിൻ്റെ മാറ്റമല്ലേ. ഇന്നെല്ലാം കൂടെ കുഞ്ഞായി ഇങ്ങനെ വന്നില്ലേ. മിനി അയച്ചോ? മിനി ഇത് ഒരാളുടെ അയച്ച് പാക്ക് ചെയ്തോ? എന്നാൽ പിന്നെ ഒരാളുടെ അഡ്രസ്സ് കൊടുത്തരാം. അത് നമുക്ക് നോക്കാവുന്നേ ഉള്ളൂ. അത് കൊടുത്തു കഴിഞ്ഞില്ലേ മോനെ? കവർ വേണ്ടേ? പുറത്തേക്ക് വേറെ ഇല എടുക്കും. തുളയുണ്ടോ? ഏറിയല്ലോ തുളയുണ്ടോ? അത് വേണ്ട, കറക്റ്റായിട്ട് ഹോളിട്ട് എടുത്താൽ മതി. ആ എടാ, ഇവിടെ ഇതുണ്ടോ? ഈ പ്ലഗ് എടുത്ത് കളയാം. ഇത് അവിടെ ഇട്ടോ, ഇതെടുത്താൽ കളഞ്ഞിട്ട്. AC പ്ലഗ് സ്ക്രൂ അത് ഞാൻ എടുത്തു തരാം. അത് സ്ക്രൂ ആരോ എടുത്ത് കളഞ്ഞിട്ടുള്ള. അവിടെ എന്നിട്ട് ഗമ്മിട്ടാൽ മതി കേട്ടോ. എന്നിട്ട് ഈ സാധനം ഈ പൊളിഞ്ഞു പോയൊന്ന് ഒട്ടിച്ചു വിട്ടാരേ. അവനും കൊടുത്താരേ.
പൂനെ എന്ന് വന്നിട്ട് മറ്റേ ചെയ്യണമെന്ന് പറഞ്ഞല്ലേ ആ സ്പീക്കർ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പോൾ ചെയ്തു തരാം. ഇവരെ ഇപ്പോൾ കിട്ടുള്ളൂ. ഇവരുടെ ഒരു 3 ഊഫർ ചെയ്താൽ മാത്രം മതി. ഒരു കസാര ഇട്ട് കൊടുത്തേ മോനെ, ഒരു കസാര ഈ സാറിന് ഇട്ട് കൊടുത്തേ. ചൂടായോ? വണ്ടിയായിരുന്നോ? അത് നമുക്ക് വേറെ ചാർജർ കുത്തിത്തരാം. അപ്പോൾ ചൂടാകല. പവർ ബാങ്കിൽ നിന്ന് എടുത്തിട്ടാണ് ചൂടാകുന്നത്. ഞാൻ ഒരിക്കും സി അല്ലേ മറ്റേ ഐഫോണാണോ? ഞാൻ നേരെ സി വേണ്ട, ഇതൊരു വെക്കാവുന്ന. ഫോൺ മൊത്തം ചൂടായി. അവിടുന്ന് വഴി നോക്കി വന്നത്. ഓ അത് വെച്ചാൽ മതി. ചാർജൊക്കെ ഇത് ഉണ്ടായിരുന്നു. ആ പവർ ബാങ്കിൽ നിന്ന് ചാർജ് ടെക്നോളജിയിലുള്ള പാട്ടാണ് കേട്ടിരുന്നത്. അത് കഴിഞ്ഞ് ക്ലാസ് എ ബി എന്ന് പറഞ്ഞാൽ പഴയ ടെക്നോളജിയാണ്. അതിൽ ബോർഡുകൾ നമുക്ക് മേടിക്കാൻ കിട്ടുമ്പോഴായിരുന്നു ഇത്രയും നാൾ. അതുകൊണ്ട് ബോർഡുകളിലാണ് ഇപ്പോഴാണ് ക്ലാസ് ഡി ഇറങ്ങി റീസെൻ്റായിട്ടാണ് വന്നത്. അത് വന്നുകൊണ്ടാണ് ഇപ്പോൾ പഴയ ആമ്പെല്ലാം ഔട്ടായതും ഇങ്ങനെ ആയിരുന്നു. ഞാനിതെടുക്കാൻ കാര്യം പണ്ട് ഫോൺ ചെയ്യുന്നതുകൊണ്ട് ഈ ആംപ്ലിഫയർ എനിക്ക് നല്ല പരിചയമുള്ള ആംപ്ലിഫയർ ആയതുകൊണ്ട് അത് ഇത്രയും ചെറിയ വിലയ്ക്ക് കിട്ടുമ്പോൾ അതിൻ്റെ ഒരു സോണിയിലൊക്കെ ആംപ്ലിഫയറിൻ്റെ ഞാൻ പറഞ്ഞ സാറിൻ്റെ ആ ബോക്സിൽ കമ്പ്യൂട്ടർ വെക്കാതെ തന്നെ സാറ് സാറ്റിസ്ഫൈഡ് ആയി. കാരണം പാട്ട് കേൾക്കാൻ ആ മൊബൈൽ നല്ല രീതിയായിട്ട് കിട്ടും. ഇനിയിപ്പം ഇട്ടോ സാറേ നോക്കാം. ഓക്കെ ശരി.
ഞാനിവിടെ ഈ പറഞ്ഞെല്ലാം വേറെ ആളോട് പറഞ്ഞു. ഓക്കെ, ഞാൻ കട്ടായെന്ന് പറഞ്ഞു. ഓക്കെ, ശരി. അപ്പം ഓളി കണ്ടോളം ഇനി അഥവാ നാളെ ഇത് വന്നാലും ചെറിയ പൈസയ്ക്ക് പുതിയ സാധനം ഒരു ഓളിയില്ല. ആ, സാധാരണ ആമ്പ് വെച്ചിട്ടാ ഈ ഗ്ലാസ് ബി ആമ്പ് മേടിച്ച അതിന് അത്ര വിലയുള്ളൂ, അത്ര പവറുള്ളൂ. സൗണ്ടിൻ്റെ അല്ല, ക്വാളിറ്റി ഇല്ല സൗണ്ടിന്. എന്നാലും Hey there, what you drinking? 2 shots, let's pour it out. I know what you're thinking, but tomorrow won't come for us. This life that we're living, ain't never gonna give it up. Double shot for the gifted, and one more for us. There you go, drink it up. All this love in a cup. Yeah, we go slow, we go fast. Yeah, we can't get enough. We stay all day, all night, living in paradise. Remember, you don't get it twice. ഇത് ബോസിൻ്റെ 3 സബൂഫറാണ്.
മൂന്നും ഒരേപോലത്തെ സബൂഫർ. പക്ഷേ മൂന്നും ഡ്യുവൽ കോയിലാണ്. ഡ്യുവൽ കോയിൽ നമ്മൾ പാരൽ ചെയ്തെടുത്തു. പാരൽ ചെയ്തെടുത്തപ്പോൾ അതിൻ്റെ ഓംസ് എത്രയാണെന്ന് നോക്കാൻ പോവാണ്. ഓംസ് ഒരു 1.5 വരുന്നുള്ളൂ. 1.2 ഓംസ് ആണ് ഒരു സൈഡ് വരുന്നത്, ഒരെണ്ണം. അടുത്തത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. 1.5 തന്നെയാണ്. ഇത് 1.3 ആണ്. ഏകദേശം ഒരു വില. അപ്പോൾ നമ്മളിത് സീരീസ് ചെയ്യാൻ പോവാണ്. സീരീസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഈ പോസിറ്റീവിനെ കൊണ്ടുവന്ന് ഈ നെഗറ്റീവ് നമ്മൾ കൊടുക്കുന്നു. ഈ പോസിറ്റീവിനെ കൊണ്ടുവന്ന് ഈ നെഗറ്റീവ് നമ്മൾ കൊടുത്തു. ഇനി അടുത്ത പോസിറ്റീവിനെ കൊണ്ടുവന്ന് അടുത്ത നെഗറ്റീവ് കൊടുക്കുന്നു. അപ്പോൾ 3 സബൂഫറും സീരീസായി. 3 സബൂഫറും സീരീസായപ്പോൾ 3 കൂടെ കൂടി നമുക്ക് 3.6 ഓംസ് 3.7 ഓംസ് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ആകുമ്പോൾ കൊടുത്ത് നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന്. എടുക്കണ്ട ഞാൻ എടുത്തോളാം. എൻ്റെ ചെവിയിലായിരിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പം ഇത് ഇൻസുലേറ്റ് ചെയ്ത് മോനെ സേവ് ഇട്ടെ, കുഴപ്പമില്ല. അത് ഇത് രണ്ടും സേവ് ഇൻസുലേറ്റ് ചെയ്യേ. സക്കാലം ഇൻസുലേറ്റ് ചെയ്യുക. മാറ്റം എന്തെങ്കിലും വരുത്തണമെന്ന് കൊടുത്ത് നോക്കിയിട്ട് പറയാം. ഹലോ, Remix DJ Fatman. ਗੱਲ ਸੁਣ ਮੇਰੀ ਤੂੰ ਮੁਟਿਆਰੇ ਕੀ ਸਮਝੇ ਆਪਣੇ ਆਪ ਮੇਰੇ ਮਗਰ ਤੂੰ ਕੀ ਕਰਦੀ
എല്ലാം കൂടെ കൂടി 4 ohms ഉണ്ട്. അപ്പോൾ കയറ്റി വിട്ടണം. ഒന്നുമില്ല, 3 പേരെ അവിടെ അടിച്ചു. അത് നീണ്ടു കിടക്കുമല്ല. തീർച്ചയായിട്ടും തന്നെ 3 പേരെ തിരിച്ച് സ്പീക്കർ കൊടുക്കാൻ മറ്റേ ആംപ്ലിഫയർ വേറെ സാധനമുണ്ട്. ആ, ഇത് ഒരു സബ് ഊഫറാണ്. ഇത് 3 സബ് ഊഫർ കൂട്ടി ഉണ്ടാക്കിയത്. ഒരു സബ് ഊഫറാക്കി മാറ്റി. മനസ്സിലായില്ലേ? 2 ohmsന്റെ 6 കോയിൽ ഉണ്ടാക്കിയപ്പം 4 ohms ആയി മാറിയിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ടെക്നോളജിയാണ്. അത് ചെയ്യണമെന്നുണ്ട് ചങ്കൂറ്റവും വേണം, വിവരവും വേണം. ആ മതി. കേട്ടിട്ടു. ഇപ്പം ക്ലിയറായി. ഇങ്ങനെയൊക്കെ വേണം കാര്യങ്ങൾ ചെയ്യാൻ. പോവാം. ആ, യൂസ് ചെയ്യാം. ഏത് സ്പീക്കറും കണക്ട് ചെയ്യാം. അങ്ങനെ പല ഒത്തിരി മോഡൽസ് ഉണ്ട്. നമുക്ക് നോർമലായിട്ട് വീടുകളിലൊക്കെ ഉപയോഗിക്കാൻ ഈ 4500 രൂപയുടെ ആവശ്യമുള്ളൂ. ആ, അപ്പൊ എന്റെ ടിവിയുടെ സ്പീക്കർ അടിച്ചുപോയി. അപ്പൊ അതിന് ഒരു മറ്റേ നമ്മുടെ ഇതുവഴി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇയർ ഔട്ടോ അത് ഓക്സ് ഔട്ടിൽ കൂടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പീക്കർ നോക്കുന്നത്. അപ്പം അതിന് ഫുൾ റേഞ്ച് സ്പീക്കർ ഞാൻ മുമ്പ് കാറിൽ ഫിറ്റ് ചെയ്തിരുന്നതാണ്. അതിപ്പോ കുറെ കാലമായിട്ട് ഇളക്കി വെച്ചേക്കുക. അത് യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റും. ഫുൾ റേഞ്ച് ഉപയോഗിക്കാൻ പറ്റും. സ്റ്റക്ക് ഉണ്ടോ നോക്കിയാൽ മതി. സ്റ്റക്കില്ല ഉപയോഗിക്കാം. ശരി. അത് അവിടെ ചെക്ക് ചെയ്യുന്നുണ്ടല്ലേ? അങ്ങോട്ട് അയച്ചു ചെക്ക് ചെയ്ത് ഞാൻ അയച്ചു തരാം. ചെയ്ത് ബോർഡ് ഇരിപ്പുണ്ട്. ചെയ്ത് സെറ്റ് ചെയ്താൽ മതി. അടിയാണുള്ളത്. കേൾക്കാനാ. ഇത് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പോൾ ഉണ്ടാക്കിയതാണ്. മറ്റേ വലുതാണല്ലോ നമ്മൾ ഇത്ര നാൾ ചെയ്തിരുന്നത്. അത് മാറ്റിയിട്ട് നമ്മളിപ്പോൾ ചെറിയ 2 6 ഇഞ്ച് സ്പീക്കറും ഒരു 8 ഇഞ്ച് 8 ഇഞ്ച് ഇതുവരെ ചെയ്തിട്ടില്ല. 8 ഇഞ്ചിൽ ആദ്യം ചെയ്യുക. മറ്റേ എല്ലാം വലുതാണ് ചെയ്യുന്നത്. പൈനിയറിനൊക്കെ അല്ല, എന്താ ഇൻസ്ട്രക്ഷൻ മാനുണ്ട്. നേരെ HDMI കണക്ട് ചെയ്യുക. എന്നിട്ട് ഓണാക്കുമ്പോൾ തന്നെ വരും. പിന്നെ നമുക്ക് റിമോട്ടെല്ലാം ചെയ്താൽ മതി.
സ്പീക്കർ സബ്ബൂഫറിൻ്റേത് ചുമല ഇല്ലാത്ത നെഗറ്റീവ്, അടുത്തതും ചുമല പോസിറ്റീവ്, ഇതും ചുമല പോസിറ്റീവ്. അപ്പോൾ അത് മാറിപ്പോവാതെ സബ്ബൂഫറിൻ്റെ വയറ് കൊണ്ടുവന്ന് ഇതാ കൊടുക്കുക. ലെഫ്റ്റ് ചാനലിൽ ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന സ്പീക്കർ, റൈറ്റ് സൈഡിലിരിക്കുന്ന സ്പീക്കർ, അങ്ങനെ തന്നെ കൊടുത്താൽ ഊരാൻ കൊണ്ടുപോകാൻ പാടല്ലേ? ആ ഊരാനൊന്നുമില്ല സാറ്. പോസിറ്റീവ് എല്ലാം ചുമല. ഇത് ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന സ്പീക്കർ, ഇത് റൈറ്റ് സൈഡിലിരിക്കുന്ന സ്പീക്കർ, ഇത് നമ്മുടെ സബ്ബൂഫർ. സിമ്പിൾ കണക്ഷൻ. ഒരു ഫോട്ടോ എടുത്തു, അപ്പോൾ ഒരു സംശയം വരികയില്ല. ആ അതായത് പോസിറ്റീവിലെല്ലാം ചുമല. ഒരു ഫോട്ടോ എടുത്തു. ഇനി ആ സ്പീക്കറുകൾ ചെക്ക് ചെയ്ത് മോനെ. ആ പുള്ളിക്കാരത്തിലെ എല്ലാം ചെക്ക് ചെയ്തോ? എല്ലാം വർക്കിംഗ് ആണോ? എന്നാൽ പിന്നെ അത് കൊടുത്ത് നോക്കാവുന്നു. സബ്ബൂഫർ സ്റ്റക്കാണല്ലോ, അത് മാത്രം അറിയാൻ മതി. ആ 2 സ്പീക്കർ നല്ലത് അല്ലേ? മറിക്ക്. അപ്പോൾ ആ 2 സ്പീക്കർ ഒരു സബ്ബൂഫറോടെ ചെയ്താൽ മതി. അപ്പോൾ സ്പീക്കർ പൊക്കിക്കോ. ഏത് സ്പീക്കർ? ഇതാണോ നല്ലത്, ഇതാണോ നല്ലത്? ആ അതിലേതാ നല്ലത്? ഇതെടുത്താൽ മതി. ഒന്നും പറയാതെ പോയി. അറ്റാക്ക് വന്ന് പോകുന്നവർ യാതൊന്നും പറയാതെ പോവല്ലേ, എന്നാ ചെയ്യാൻ പറ്റും? അപ്പോൾ എന്നാ വീട്ടിൽ ഉറക്കത്തിലാണോ പറ്റിയ, അതോ ചുമ്മാ നടന്നപ്പോൾ കഴിഞ്ഞു വീഴുവാണ്? തടിപ്പണി ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ നല്ല ആരോഗ്യമുള്ള മനസ്സിലായിരുന്നു. തടിപ്പണി ചെയ്യുമ്പോൾ നിസ്സാര ആൾക്കാർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒറ്റയടി അങ്ങനെ നേരത്തെ ഉണ്ടാ ശ്രദ്ധിക്കും ജിൻസി, അല്ല ശ്രദ്ധിക്കുകയല്ല. അതാണ് ഒറ്റ അടിയെ കിട്ടുമ്പോഴാണ് പണി കിട്ടുന്നത്. ആ ചേട്ടൻ്റെ അല്ലേ, ആ ചേട്ടൻ്റെ കൂടെ എടുത്ത് വിടറാ. ആ ചേട്ടൻ്റെ കൂടെ അല്ലേ, വേറൊരെണ്ണം എടുത്ത് വിടാം. പുള്ളിയെ വീട്ടിൽ കയറ്റുമെന്നുള്ള ഏതാ സബ്? എടാ ബോട്ടിൻ്റെ സബ് 6 അല്ല 5.5 ഇഞ്ചല്ലേ? 5.5 ഇഞ്ചായിരിക്കും ബോട്ടിൻ്റെ സബ്ബൂഫർ അല്ലേടാ. ഇന്നലെ നമ്മൾ ബോട്ടിന് വെച്ച സബ്ബൂഫർ എന്ത് ചെയ്യും? അത് 5.5 ഇഞ്ച് നോക്കി. ബോട്ടിൻ്റെ മണ്ട ഇരിപ്പുണ്ട് ആ സ്പീക്കർ. നീ പോയി അളന്ന് നോക്കി. ആ സെയിം ഇരിപ്പിൻ്റെ ഇവിടെ നോക്കി. 5.5 ഇഞ്ചാ അത് കേട്ടോ. ബോട്ടാ വരുന്ന 5.5 ഇഞ്ചാ. അതാണോ വെച്ചത്? അല്ല, ഇത് 4 ഇഞ്ചാ. ഇതാണോ നമ്മൾ വെച്ചത്? അഴിച്ചെടുത്ത്. ആ അതേ വെച്ചത്. എത്ര ഇഞ്ചാന്ന് നോക്കി. ഇതാണോ വെച്ചത്? അല്ലല്ലോ, ഇത് വെച്ചോടെ വരുന്നില്ല. ബോട്ടിൻ്റെ മണ്ട ഇരിക്കുന്നത്. ഇത് നോക്കിക്കട. ഇത് പൊട്ടിച്ചേ. ഇപ്പം പറയാവേ. അളവൊന്ന് എടുത്തോട്ടെ. ഒന്ന് പൊട്ടിച്ചേ. ഇത് കറക്റ്റ് അല്ലേ നോക്കി. ടേപ്പെടുത്ത്. 16 അല്ലേ? 16 അതോ 17 ആണോ? All this time I've been holding on so tight, 'cause all that I do was easy to use. So call my time, but you weren't really mine, just something to do. Thought I never knew. No surprise, but nevertheless, I'm still stuck in self-defense. No surprise, but nevertheless, I
ഇത് ഒരു 5.25 ഇഞ്ച് സബ്വൂഫറാണ്. ഹോം തിയേറ്ററുകൾക്കെല്ലാം വരുന്നതാണ്. ബോട്ട്, ഐബെല്ല, സെബ്രോണിക്ക്, മിസ്റ്റർ ലൈറ്റ് അങ്ങനെയുള്ളതിനെല്ലാം വരുന്ന ഒരു ബോക്സാണ്. 200 വാട്ട്സ് വരെ താങ്ങുന്ന ഒരു സാധനമാണിത്. കണ്ടപ്പോൾ ഒന്ന് കാണിച്ചെന്നുള്ളൂ ഉള്ളൂ. ഓക്കെ, ഞാൻ മുറുക്കുന്നതിന് മുമ്പ് ആദ്യം വയറ് പുറത്തുകൂടെ ഇട്ട് പാടിച്ച് നോക്കിയിട്ട് മുറുക്കുക കേട്ടോ മോനെ. എല്ലാം തുളയിടുന്നതിന് മുമ്പ് നീ 2 വയർ ആവശ്യത്തിനടുത്ത് കട്ട് ചെയ്ത് കൊടുത്ത് അതിൻ്റെ പെർഫോമൻസ് എത്ര ഉണ്ടോ നോക്കിയിട്ട് പാക്ക് ചെയ്യും. ആ മതി മതി. അല്ല അത് ഇറങ്ങിക്കോളൂ, അവിടെ ഇരുന്നു. അങ്ങനെയൊന്നും പേടിക്കണ്ട. അവിടെ വെയിലത്ത് നിന്ന് തല ഇറങ്ങിയാലാ നട്ടുച്ച സമയമാണ്. ഇവിടെ നിൽക്ക അങ്ങോട്ടൊന്നും ഓർക്കണ്ട. ഇവിടെ ഒന്ന് വെട്ടിക്കും. ചരിച്ചു വെച്ചാൽ മതി. ഇച്ചിരി കൂടെ പുറകോട്ട് വിടാം. അത്ര മുമ്പോട്ട് പോയാൽ എവിടെ ഇരിക്കും? മതിയോ? അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ അല്ലേ? ഇച്ചിരി അങ്ങോട്ട് മാറ്റി ഇത് വേണമെങ്കിലേ പുറത്തോട്ട് കാണാം. അതിങ്ങോട്ട് ജനിച്ചു വെക്കാം. ഓട്ടോറിക്ഷ പിടിക്കാൻ കാര്യം ഇവിടെ ദൂരോട്ട് ഓട്ടോറിക്ഷ ഇത് കുഴപ്പമില്ല.